അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. അതായത് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു ബാലൻ, അതേപോലെ എനിക്കുണ്ടായിരുന്നു 4ാം ക്ലാസ്സുകാരനായ ഒരു കൂട്ടുകാരൻ. ബാലനല്ല, രാകേഷ്. ഞാനാണ് അവനെ ബാലനെ പോലെ കണക്കൂട്ടുന്നത്, അവൻ എന്നെ ബാലനെ പോലെയൊന്നും കണക്കൂട്ടുന്നില്ല കേട്ടോ. അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ്. അന്ന് പ്രിൻസ് എന്ന സിനിമയുടെ ഒരു പ്രമോഷൻ, അതിലെ എല്ലാ കഥാപാത്രങ്ങളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് കാണാമല്ലോ എന്നും അവൻ പറഞ്ഞു. പിന്നെ വേറൊന്നും നോക്കിയില്ല, ഇവരെ കാണാമെന്നുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ പറഞ്ഞു. ഞാൻ എൻ്റെ വാക്കൂട്ടി എല്ലാവരും അവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു. അങ്ങനെ ഒടുവിൽ എല്ലാവരെയും കണ്ടു. ഇവിടെ കൗശലം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം നേടിയെടുത്തത് ചെറിയ കാര്യം തന്നെ. ഇവിടെ വന്നു ചേർന്ന സിനിമ ആർട്ടിസ്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റി. പ്രത്യേകിച്ച് വാക്കുട്ടിക്ക് ദിലീപേട്ടനായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റി. അത് സിനിമാ മേഖലയിൽ ഇവരൊക്കെ ഒന്ന് നേരിട്ട് കാണുന്നത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. എൻ്റെ മകനും ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവരൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. സിദ്ധിക്കാനായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റി. ഇതൊക്കെ പെട്ടെന്ന് നടന്നൊരു സംഭവമായതുകൊണ്ട് അതിൻ്റേതായ സന്തോഷങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ അറിയിപ്പിക്കാൻ തന്നെ പറ്റില്ല. അല്ലാതെ സിനിമാ മേഖലയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഇവരെ കാണാൻ പറ്റിയതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. പിന്നെ കഴുത്തിൽ കെട്ടുന്ന മൈക്ക കൂട്ടുകാരൻ്റെയാണ്. കൂട്ടുകാരൻ ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നാണ്. സിനിമയിൽ നായികയുടെ അമ്മയായി അഭിനയിക്കാൻ പറ്റിയ ആ ചേച്ചീനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒടുവിൽ ഞങ്ങൾ ആ സിനിമയുടെ സംവിധായകനും കണ്ടു. വാവക്കുട്ടി ഒന്നും വെറുതെ വിട്ടില്ല, എല്ലാവരും തപ്പിപ്പിടിച്ച ഒരു വീഡിയോ എടുത്തു. ജീവിതത്തിൽ അങ്ങനെ ഒരു സംവിധായകനും കാണാൻ പറ്റി.